നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB NTPC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അതേപോലെ നിങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ എന്റെ പൊന്നുമക്കളെ ഒന്ന് അപ്ലൈ ചെയ്തേക്കണേ. ഇനി ദിവസങ്ങളില്ല. ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ ഒക്ടോബർ 13 അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് ഈ ഒക്ടോബർ 20. സോ മിസ്സാക്കരുത്. അവസാനമൊക്കെ ആയാലും സൈറ്റൊക്കെ എന്ത് ചെയ്യും, ബ്ലോക്ക് ആയി അവിടെ ഇരിക്കും. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്തേക്കാം. കാര്യം ഏറ്റവും മികച്ച അവസരമാണ്. 5 വർഷത്തിന് ശേഷമാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വേക്കൻസിക്ക് എന്ത് ചെയ്യാം, ഇനിയും അങ്ങോട്ട് കൂടാം. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരാം, എന്താണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്. അപ്പൊ നമ്മൾ നേരെ നോട്ടിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് സിലബസ് കാണാൻ പറ്റും. പക്ഷേ അവിടെ പറയുന്നത് എങ്ങനെയാണ്, ജസ്റ്റ് ബ്രീഫ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇന്ന സംഭവം ഇപ്പോൾ ഇന്ത്യൻ ഫിസിയോഗ്രഫി, അതേപോലെ ജനറൽ സയൻസ് നമ്മൾ നോക്കുകയാണെങ്കിലോ അതിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഫുള്ള് നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് എന്ത് മാത്രമേ പറയുന്നുള്ളൂ, ജനറൽ സയൻസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഫുൾ സിലബസ് നമുക്ക് എന്ത് ചെയ്യത്തില്ല, നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫുൾ സിലബസ് നമുക്ക് നോക്കാം. കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് മേഖലയിൽ നിന്നാണ് വന്നത്, ഏത് ടോപ്പിക്കിൽ നിന്നാണ് വന്നത്, അങ്ങനെ അതെല്ലാം മനസ്സിലാക്കിയുള്ള ഫുൾ സിലബസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി സമയമെടുക്കും, പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓരോ പോയിന്റ്സ് ആയിട്ട്, ഓരോ സിലബസിലെ ഓരോ ടോപ്പിക്കലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തീർക്കുക. മറക്കരുത്, നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ ചുമ്മാ ആദ്യമേ എടുത്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒന്നും എടുത്ത് തുടങ്ങരുത്. കാര്യം നമുക്കത് ഒരു ഗുണവും കാണത്തില്ല, നമ്മുടെ സമയം മാത്രമേ പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു തീർക്കാൻ ശ്രമിക്കാം. ഓരോ ടോപ്പിക് വൈസ് പഠിക്കുക. ആ പഠിച്ച ടോപ്പിക്കുകളുടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, നിങ്ങൾ മോക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ പോവാവും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സമയവും വേസ്റ്റ് ആണ്. അപ്പൊ മാക്സിമം ടോപ്പിക്കുകൾ നിങ്ങൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തീർക്കാം. അപ്പൊ നമ്മുടെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് GK പാർട്ട് നോക്കാം. അപ്പൊ ആദ്യം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എങ്ങനെയാണ്, CBT 1 ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ: മാത്സ്, റീസണിങ്, പിന്നെ GK. സോ മാത്സ് 30 മാർക്ക്, GK 40 മാർക്ക്, റീസണിങ് 30 മാർക്ക്. അങ്ങനെ 100 മാർക്കിലാണ് CBT 1 വരുന്നത്. CBT 2 ആണെങ്കിലും സെയിം ആണ്. CBT 1നും CBT 2നും ഒരേ സിലബസ് ആണ് വരുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെറിയ വ്യത്യാസമുണ്ട്. CBT 2 ആണെങ്കിൽ മാത്സ് 35 മാർക്ക്, റീസണിങ് 35 മാർക്ക്, GK 50 മാർക്ക്. അങ്ങനെ 120 മാർക്കിനാണ് പരീക്ഷ വരുന്നത്. സോ CBT 2ന്റെ മാർക്കാണ് ഫൈനലായിട്ട് എന്ത് ചെയ്യുന്നത്, അവർ കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 90 മിനിറ്റ് 1.5 മണിക്കൂറിൽ 120 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ സ്പീഡ് എന്ന ഫാക്ടർ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ സ്പീഡ് നമുക്ക് കൂടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ടോപ്പിക്കും പഠിക്കണം. ഒരുവിധം ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സ്പീഡ് എന്ത് ചെയ്യണം, നമുക്കൊന്ന് കൂട്ടാൻ പറ്റണം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് GK പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ GKക്കകത്ത് ഏതൊക്കെയാണ് വരുന്നത്. GKക്കകത്ത് വരുന്നത് ഫസ്റ്റ് സ്റ്റാറ്റിക് GK ഒരു 10 മുതൽ 11 വരെ ക്വസ്റ്റ്യൻസ്. 40 മാർക്കിനാണ് GK വരുന്നത്. അതിൽ 10 മുതൽ 11 വരെ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, സ്റ്റാറ്റിക് GK ആയിരിക്കും. അപ്പൊ പലരും സ്റ്റാറ്റിക് GK എന്ത് ചെയ്യത്തില്ല, പഠിക്കത്തില്ല. എന്ന് വെച്ചാൽ എപ്പോഴും ചോദിക്കുന്ന കുറെ കുഞ്ഞു ടോപ്പിക്കുകളുണ്ട് സ്റ്റാറ്റിക് GKയിൽ വരുന്നത്. അതൊരിക്കലും പഠിക്കത്തില്ല. പകരം ഹിസ്റ്ററി കുറെ അങ്ങ് പഠിച്ചു തീർക്കും, ജോഗ്രഫി കുറെ അങ്ങ് പഠിച്ചു തീർക്കും, എക്കണോമിക്സ് കുറെ പഠിച്ചു തീർക്കും. പക്ഷേ ഇതൊന്നും വരത്തില്ല. കൂടുതൽ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ്, സ്റ്റാറ്റിക് GK ആണ്. സോ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റാറ്റിക് GK ആണ്. നെക്സ്റ്റ് വൺ, അടുത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇന്ത്യൻ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ്, കമ്പ്യൂട്ടർ നോളജ്. ഇത്രയാണ് GK പാർട്ടിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഓരോന്നിനകത്തും ഏതൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത്. സോ ഫസ്റ്റ് നോക്കിയേ, ആദ്യം ഞാൻ സ്റ്റാറ്റിക് GK ടോപ്പിക്കിൽ എടുക്കുകയാണ്. സോ സ്റ്റാറ്റിക് GK ടോപ്പിക്കിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കുക, ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോണുമെന്റ്സ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മോണുമെന്റ്സ്, വേൾഡിലെ പ്രധാനപ്പെട്ട മോണുമെന്റ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾ സ്റ്റാറ്റിക് GK പഠിക്കുമ്പോൾ ഒരിക്കലും ആഴത്തിലൊന്നും പോകണ്ട. പകരം എന്ത് ചെയ്താൽ മാത്രം മതി, പകരം ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഒന്ന് പരത്തി ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഏതൊക്കെ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു, ബേസിക് പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സോ ഇമ്പോർട്ടന്റ് മോണുമെന്റ്സ്, പിന്നെ ഇന്റർനാഷണൽ ബൗണ്ടറീസ്, നാഷണൽ എംബ്ലംസ്, പിന്നെ നാഷണൽ അനിമൽസ്, ന്യൂസ് ഏജൻസീസ് ഇൻ ഇന്ത്യ ആൻഡ് വേൾഡ്, ദെൻ മാപ്പ് ലൈൻസ്, പിന്നെ കോണ്ടൂർ ലൈൻസ് ഒക്കെ വരുന്ന മാപ്പ് ലൈൻസ്, പിന്നെ ഫസ്റ്റ് ഇൻ ഇന്ത്യ മെയിൽ, അതായത് ഇന്ത്യയിൽ ആദ്യത്തെ ഒളിമ്പിക്സ് നേടിയ വ്യക്തി ആരാണ്, ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റിന് മേളിൽ കയറിയത് ആരാണ്, അങ്ങനെ ഇന്ത്യയിൽ ആദ്യത്തെ ഫസ്റ്റ് സൂപ്പർലേറ്റീവ്സ് ഇല്ലേ. അപ്പൊ അതെന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ അത് കഴിഞ്ഞ ഫസ്റ്റ് ഇൻ ഇന്ത്യ ഫീമെയിൽ, then first in world, then superlatives in India. Superlatives means ഉദ്ദേശിക്കുന്നതാണ് the biggest, the highest, the tallest, അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ. the biggest dam in India, the highest dam in India, the highest national park, അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സൂപ്പർലേറ്റീവ്സ് ഇൻ വേൾഡ്, ലോകത്തിൽ അതേപോലത്തെ പ്രധാനപ്പെട്ട the tallest building in the world, അങ്ങനെയൊക്കെ വരുന്ന
എസ്റ്റ് വരുന്ന ബിഗ്ഗസ്റ്റ് ടോളസ്റ്റ് ആ സാധനങ്ങളൊക്കെ പഠിക്കുക. ദെൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇന്റലിജൻസ് ഏജൻസീസ്, അതിന്റെ ഫോം ചെയ്ത ഡേറ്റ്, ദെൻ പാർലമെന്റ്സ്, ഇമ്പോർട്ടന്റ് സൈൻസ്, സിംബൽസ്, ദെൻ ഒഫീഷ്യൽ ബുക്സ്, ദെൻ UNO, വേൾഡ് ഓർഗനൈസേഷൻ, ദെൻ UN സെക്രട്ടറി ജനറൽ. UN സെക്രട്ടറി ജനറൽ ആ ഓർഡർ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, എവിടെ നിന്ന് വരുന്നു, അങ്ങനെയൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. പിന്നെ UN ഇന്റർനാഷണൽ ഡെക്കേഡ്സ്, അതായത് 2000 മുതൽ 2010 വരെ, 10 മുതൽ 20 വരെ, അങ്ങനെയൊക്കെയുള്ള ഡെക്കേഡ്സ് ഉണ്ടല്ലോ, അതൊന്ന് നോക്കി വെച്ചിരിക്കാം. പിന്നെ UN പ്രധാനപ്പെട്ട ഇയേഴ്സ് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. നെക്സ്റ്റ് വൺ അടുത്ത സ്ട്രാറ്റജിക്കയിൽ നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ആണ് ഇന്റർനാഷണൽ ഇയേഴ്സ്, ദെൻ സാർക്കിന്റെ ഫോർമേഷൻ, അതിലെ പ്രധാനപ്പെട്ട വർഷങ്ങൾ, ദെൻ അത് കഴിഞ്ഞ് ഇന്റർനാഷണൽ വീക്സ്, ദെൻ പത്മ അവാർഡ്സ്, ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ഇന്ത്യ, ദെൻ ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്സ്, then musical instruments and their exponents, instruments and their exponents, then states and their folk dances, then അതായത് ഓരോ സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ഏതാണ്, അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കാം. നെക്സ്റ്റ് വൺ അടുത്ത ഫേമസ് പ്ലേസസ് അസോസിയേറ്റഡ് വിത്ത് എമിനന്റ് പേഴ്സൺസ്, then അർജുന അവാർഡ് വിന്നേഴ്സ്, then nicknames, India's World Heritage Sites, tourist places in India, Defense of India, then Internal Security of India, Defense Training Institute, at the Foundation Day of some states, the Research Centers of India, Space Research Centers in India. ഇത്രയും കാര്യങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്പേസ് പ്രധാനമൊന്നുമില്ല, ISROയുടെ ഫോർമേഷൻ ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് ഫീൽഡുകൾ വന്നു, അതെന്ത് ചെയ്യാൻ ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ നാരി ശക്തി പുരസ്കാർ, IPL വിന്നേഴ്സ്, കഴിഞ്ഞ സീസണിലെ വിന്നേഴ്സ് ആരൊക്കെയാണ്, ഫസ്റ്റ് സീസണിലെ വിന്നേഴ്സ് ആരൊക്കെയാണ്, രാജ്യസഭ മെമ്പേഴ്സ്, നാഷണൽ അവാർഡ്സ് ഇൻ ഇന്ത്യ, ദെൻ ഗാലൻട്രി അവാർഡ്സ്, അടുത്ത ജ്ഞാനപീഠ അവാർഡ്സ്, ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിന്നേഴ്സ്, ദെൻ മില്ലറ്റ്സ് ഇൻ ഇന്ത്യ, ദെൻ മെമ്പർ ഓഫ് പാർലമെന്റ്സ്, നാഷണൽ പാർക്സ് ഇൻ ഇന്ത്യ, നാഷണൽ സിംബൽസ് ഓഫ് ഇന്ത്യ, നാഷണൽ ഐഡന്റിറ്റി കാർഡ് ഓഫ്, അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓരോ കാർഡ്സ് ഇല്ലേ, ബാക്കിയെല്ലാം അതെന്ത് ചെയ്യാൻ നോക്കി വെച്ചേക്കാം. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ആധാർ, അതിന്റെ ഫോർമേഷൻ ഡേറ്റ്, ദെൻ അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നോക്കി വെച്ചേക്കാം. ന്യൂസ് പേപ്പേഴ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ന്യൂക്ലിയർ റിസർച്ച് സെന്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, തെർമൽ പവർ സ്റ്റേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, ഡാംസ് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ അടുത്ത ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ, ദെൻ അത് കഴിഞ്ഞ നാഷണൽ പാർക്കുകൾ, വൈൽഡ് ലൈഫ്, പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ക്രെമറ്റോറിയം ഓഫ് ഫേമസ് പേഴ്സൺസ്, അതായത് ഓരോരുത്തരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ദെൻ ലോക്സഭ മെമ്പേഴ്സ്, പിന്നെ വോളിബോൾ. മാത്രമല്ല നമ്മൾ ഗെയിംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ ഗെയിംസിനും ഇപ്പൊ വോളിബോളിൽ ഇത്ര ആൾക്കാർ, ബാസ്കറ്റ് ബോളിൽ ഇത്ര ആൾക്കാർ, അതൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് വൺ അടുത്ത് ഗ്രേറ്റ് വർക്ക്സ് അസോസിയേറ്റഡ് വിത്ത് ഫേമസ് പേഴ്സൺസ്, ദെൻ ദാദാസായി ഫാൽക്കെ അവാർഡ്. പിന്നെ ഗെയിംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കോമൺവെൽത്ത് ഗെയിം, ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, സ്പോർട്സ് റിലേറ്റഡ് ഇൻഫർമേഷൻ, ക്രിക്കറ്റ് ആൻഡ് വേൾഡ് കപ്സ്, ഫുട്ബോൾ, ഹോക്കി, ടെന്നീസ്, then cups and trophies, famous stadiums, national games and sports, then court, campus, field, number of players in popular games and sports. ഇത്രയാണ് സ്റ്റാറ്റിക് GK ഒക്കെ വരുന്നത്. അപ്പൊ പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് GK എന്ത് ചെയ്യും, അങ്ങ് സ്കിപ്പാക്കി അങ്ങ് വിടും. കാര്യം ഇത് സത്യം പറഞ്ഞാൽ ആരും പഠിപ്പിക്കത്തില്ല, കുറെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇതിന്റെ മാക്സിമം ക്ലാസ്സുകൾ നമ്മൾ തരും, മാക്സിമം എല്ലാം നമ്മൾ തരും. പിന്നെ അത് കഴിഞ്ഞ് ഇതിനകത്താണ് ഏറ്റവും അധികം മാർക്സ് വരുന്നത്, ഒരു 10-11 മാർക്കൊക്കെ നമുക്ക് സ്റ്റാറ്റിക് GK നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത് നമ്മൾ ഇനി ഓരോ വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബയോളജി എടുക്കുകയാണ്. അപ്പൊ ബയോളജിക്കകത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് നമ്മുടെ കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, സെൽസ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് സെൽസ്. പിന്നെ അത് കഴിഞ്ഞ് ജനറ്റിക്സ്, അനിമൽ കിങ്ഡം, അനിമൽ ടിഷ്യൂ, സെൻസ് ഓർഗൻസ്, ഹ്യൂമൻ ബോഡി, ഹ്യൂമൻ ബ്ലഡ്, ദെൻ കിങ്ഡം പ്ലാന്റ്, ദെൻ പ്ലാന്റ് മോർഫോളജി, റീപ്രൊഡക്ഷൻ പ്ലാന്റ്സ്, പ്ലാന്റ് ഹോർമോൺസ്, ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ പ്ലാന്റ് ടിഷ്യൂസ്, ദെൻ ട്രോപ്പിസം, ന്യൂട്രിയൻസ് ആൻഡ് ഡിസീസസ്, then ecology, botany facts, vitamins and minerals, diseases, teeth, minerals, ഇതൊക്കെ എന്ത് ചെയ്യുന്നു പഠിച്ചു വെച്ചേക്കാം. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്, ബയോളജിക്കകത്ത് വരുന്നത്. അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ ഫിസിക്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ബയോളജി സയൻസിനകത്ത് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെ നിന്നാണ്, ബയോളജി എന്നാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ അടുത്ത ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ലൈറ്റ് ആൻഡ് പ്രോപ്പർട്ടീസ്, ദെൻ സൗണ്ട്, മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്, മോഷൻ ആൻഡ് റെസ്റ്റ്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, ഫോഴ്സ്, പിന്നെ ഫ്ലൂയിഡ്സ്, വേവ്സ്, വർക്ക് എനർജി ആൻഡ് പവർ, ഗ്രാവിറ്റേഷൻ, പിന്നെ അത് കഴിഞ്ഞ് എലാസ്റ്റിസിറ്റി, ഇതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ കെമിസ്ട്രിയിലേക്ക് പോവുകയാണെങ്കിൽ ഗ്യാസ് ലോസ് ഇല്ലേ, അതായത് ഗ്യാസ് ലോസ് എന്ന് പറഞ്ഞാൽ ചാൾസ് ലോ, അവഗാഡ്രോ ലോ, അതൊക്കെ എന്ത് ചെയ്യുന്നു പഠിച്ചു വെച്ചേക്കാം. പാസ്കൽസ് ലോ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ അത് കഴിഞ്ഞ് ആസിഡ്സ് ആൻഡ് ബേസസ്, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്. ദെൻ മാനുഫാക്ചറിംഗ് പ്രോസസ് ആൻഡ് ഡിസ്കവറീസ്, physical and chemical classification, separation of mixers, then chemical reactions, chemical bonds, periodic table, metals and non-metals, metallurgy, alloys,
ദെൻ അത് കഴിഞ്ഞ് കാർബൺ, ഓർഗാനിക് കെമിസ്ട്രി, സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, ഫ്യൂവൽസ്, പൊല്യൂഷൻ, കെമിസ്ട്രി ഫാക്ട്സ്, പിന്നെ കെമിക്കൽ നെയിംസ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് മക്കളെ. ഇത് നിങ്ങൾ ആഴത്തിലൊന്നും പഠിക്കണ്ട. എന്താണ് സംഭവം? ബേസിക് ഫാക്ടുകൾ എന്താണ്? 10ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റ് റേഞ്ച് ആണ് എന്ത് ചെയ്യുന്നത് റെയിൽവേ പറയുന്നത്. 10ാം ക്ലാസ്സിലെ CBSE ടെക്സ്റ്റ് റേഞ്ച് ആണ് എന്ത് ചെയ്യുന്നത് റെയിൽവേ പറയുന്നത്. അപ്പൊ നമ്മൾ ആ റേഞ്ചിൽ പഠിച്ചാൽ മതി. അങ്ങ് NCERT അങ്ങ് +1 +2 ഒന്നും എന്ത് ചെയ്യേണ്ട, കയറി പോകണ്ട. ബേസിക് ലെവലിൽ എന്ത് ചെയ്യുക, അങ്ങ് പഠിച്ചു വെച്ചേക്കുക. അവിടെ നിന്ന് എന്ത് വരത്തുള്ളൂ, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. ഞാൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് ഏതൊക്കെ നോക്കാനുണ്ട്? ആൻഷ്യൻ ഹിസ്റ്ററി നോക്കാനുണ്ട്, അത് കഴിഞ്ഞ് മിഡീവൽ നോക്കാനുണ്ട്, അത് കഴിഞ്ഞ് മോഡേൺ ഇന്ത്യ നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ ആൻഷ്യന്റ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ നമ്മുടെ മഗധ മുതലുള്ള ഡൈനാസീസിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ നമ്മുടെ മിഡീവൽ ഇന്ത്യ, ദെൻ മോഡേൺ ഇന്ത്യ, അതായത് സ്വാതന്ത്ര്യ സമരം ആരൊക്കെ നേതൃത്വം നൽകി, ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, ബംഗാൾ വിഭജനം മുതൽ അങ്ങോട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വരെയുള്ള ആ കാലഘട്ടം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അത് കഴിഞ്ഞ് വേൾഡ് ജോഗ്രഫി നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് ജോഗ്രഫിക്കകത്ത് ഇത്രയും പറയുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഒന്ന് സ്ട്രക്ചർ ഓഫ് എർത്ത് ആണ്, രണ്ടാമത്തേത് അറ്റ്മോസ്ഫിയർ, പിന്നെ ഓഷ്യൻസ്, ഓഷ്യൻ കറന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, റോക്സ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയാണ് വേൾഡ് ജോഗ്രഫിക്കകത്ത് കൂടുതൽ വരുന്നത്. പിന്നെ സോളാർ സിസ്റ്റം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ സ്ട്രക്ചർ ഓഫ് എർത്ത്, അറ്റ്മോസ്ഫിയർ, യൂണിവേഴ്സ്, സ്റ്റാർസ്, സോളാർ സിസ്റ്റം, ഒറിജിൻ ഓഫ് എർത്ത്, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്, ദെൻ ടൈം സോൺസ്, റൊട്ടേഷൻ, റെവല്യൂഷൻ, സീസൺസ്, പിന്നെ എക്ലിപ്സ്, ദെൻ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി അല്ലെങ്കിൽ വൻകര വിസ്താമന സിദ്ധാന്തം, ദെൻ സീ ഫ്ലോർ സ്പ്രെഡിംഗ്, പ്ലേറ്റ് ടെക്ടോണിക്സ്, എർക്വേക്ക്, ദെൻ അത് കഴിഞ്ഞ് വോൾക്കാനോസ്, റോക്സ്, അറ്റ്മോസ്ഫിയർ, വിൻഡ്, ദെൻ അത് കഴിഞ്ഞ് കണ്ടൻസേഷൻ ആൻഡ് ക്ലൗഡ്സ്. ക്ലൗഡ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അത് കഴിഞ്ഞ ഓഷൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ സ്ട്രെയ്റ്റ്സ്, ഗൾഫ്, അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പ്രധാനപ്പെട്ട സ്ട്രെയ്റ്റ്സും ബാക്കിയെല്ലാം ഏതൊക്കെയാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓഷൻ കറൻസും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയാണ് വേൾഡ് ജോഗ്രഫിക്കകത്ത് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ ഇന്ത്യൻ ജോഗ്രഫി വരുമ്പോൾ ഫസ്റ്റ് വൺ ബേസിക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്. അതായത് ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി ആണെങ്കിൽ ബേസിക് ഫാക്ട്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കൂടുതൽ വരുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ നെയ്ബേഴ്സ് ഓഫ് ഇന്ത്യ, ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും ചെറിയ അയൽ രാജ്യം, ആരൊക്കെ ഏതൊക്കെ സ്റ്റേറ്റുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നു, അതൊക്കെ വേണം. ദെൻ ഇന്ത്യൻ ഫിസിയോഗ്രഫി, അതായത് നോർത്തേൺ മൗണ്ടൻസ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലാർ പ്ലേറ്റു, കോസ്റ്റൽ റീജിയൻ, ഐലൻഡ്സ്, പിന്നെ ക്ലൈമറ്റോളജി, ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ, പിന്നെ മിനറൽസ്, എവിടെയൊക്കെ മിനറൽസ് ഉണ്ട്, ഏതൊക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഖനികളുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ അത് കഴിഞ്ഞ് നാഷണൽ ഹൈവേ ഒക്കെ അതിനകത്ത് വ്യക്തമായിട്ട് പഠിക്കുക, റെയിൽവേ ഫാക്ടുകൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, പിന്നെ പ്രധാനപ്പെട്ട പോർട്ടുകൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, സോയിൽ, ഇന്ത്യൻ സോയിൽ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഇത്രയുമാണ് ഏതിനകത്ത് വരുന്നത്, ഇന്ത്യൻ ക്ലൈമറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയാണ് ഇന്ത്യൻ ജോഗ്രഫിക്കകത്ത് വരുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ നമ്മൾ എക്കണോമിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് കോൺസെപ്റ്റ്സ്, അടിസ്ഥാനപരമായ കാര്യം, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന 5 ഇയർ പ്ലാൻ എന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് 5 ഇയർ പ്ലാൻ. പിന്നെ അതേപോലെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം GDP, GNP, NDP, NNP, അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ബേസിക് കോൺസെപ്റ്റ്, ബ്രാഞ്ചസ് ആൻഡ് സെക്ടേഴ്സ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ദെൻ GDP, എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, 5 ഇയർ പ്ലാൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then history of taxation in India, ancient and medieval, history of taxation in British India, the new economic policy in 1991, public sectors, then micro, small and medium enterprises, open versus closed economy, പിന്നെ GST ഒന്ന് പഠിച്ചു വെച്ചേക്കുക. Then അത് കഴിഞ്ഞാൽ poverty and types and unemployment, poverty and types of poverty, types of poverty, then unemployment, പിന്നെ മണി, ബാങ്കിങ് ഫാക്ടുകൾ ഇമ്പോർട്ടന്റ് ആണ്. ബാങ്കിങ് ഫാക്ടുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. RBI, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബഡ്ജറ്റ്, ദെൻ ഇന്റർനാഷണൽ ഏജൻസീസ് ആൻഡ് ട്രേഡ്. അപ്പൊ ഇത്രയാണ് എക്കണോമിക്സിനകത്ത് നോക്കി വെക്കേണ്ടത്. ദെൻ ഇന്ത്യൻ പോളിസി നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി റൂൾ മുതൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കമ്പനി റൂൾ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ ഈ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ അതേപോലുള്ള സൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ നോക്കിയാൽ മതി, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയാൽ മതി. വ്യക്തമായിട്ട് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് എന്ത് വന്നത്, ക്വസ്റ്റ്യൻ വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ത്യൻ പോളിസി നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി റൂൾ 1773 മുതൽ 1858 വരെയുള്ള നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവരുടെ പോളിസീസ്, അവരെന്തൊക്കെ കൊണ്ടുവന്നു, പ്രധാനപ്പെട്ട ആ സമയത്ത് നടന്ന യുദ്ധങ്ങൾ ഏതൊക്കെയാണ്, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ ക്രൗൺ റൂൾ, അതിനുശേഷം വന്നു 1858 ശേഷമുള്ള ക്രൗൺ റൂൾ. നമുക്കറിയാം ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് എന്ത് ചെയ്തത്, ഇതിന് രണ്ടിനെയും തമ്മിൽ ഒരു മാറ്റം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ രണ്ടിലേക്കും എന്ത് ചെയ്തത്, മാറിയത്. അതിന് മുമ്പാണെങ്കിൽ കമ്പനി ഭരിച്ചു, അതിന് ശേഷമാണെങ്കിൽ എന്ത് വന്നു, ക്രൗൺ റൂൾ വന്നു. നെക്സ്റ്റ് വൺ അടുത്ത കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ദെൻ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സോഴ്സസ്, ദെൻ പ്രിയാമ്പിൾ, ഷെഡ്യൂൾസ്, പാർട്സ്,
യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, സിറ്റിസൺഷിപ്പ്, ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അത് കഴിഞ്ഞ് സിസ്റ്റം ഓഫ് ഗവൺമെന്റ്, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അതായത് നമ്മുടെ ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യുന്ന പ്രസിഡന്റ് മുതൽ താഴേക്ക് വരുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റേഴ്സ്, ദെൻ വൈസ് പ്രസിഡന്റ്, മിനിസ്റ്റേഴ്സ് എക്സെട്ര, അവരുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക. അതേപോലെ പാർലമെന്റ് സെഷൻസ്, പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ പ്രൊസീജിയേഴ്സ്, ബിൽസ്, ജുഡീഷ്യറിയിൽ താഴെ വരുന്ന സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, അതൊക്കെ എന്ത് ചെയ്യാൻ നോക്കി വെച്ചേക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആയ അഡ്വക്കേറ്റ് ജനറൽ, ഇലക്ഷൻ കമ്മീഷൻ, UPSC, പബ്ലിക് സർവീസ് കമ്മീഷൻ, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഒക്കെ എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, പിന്നെ അത് കഴിഞ്ഞ ലോക്പാല്, ലോകായുക്ത, ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ, അടുത്ത് നമ്മുടെ കമ്പ്യൂട്ടർ നോളജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ ടിക്കകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഐ ടിക്കകത്ത് പഠിക്കാനുള്ളൂ. ഒന്ന് കമ്പ്യൂട്ടർ ജനറേഷൻ, അതായത് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ഫിഫ്ത്ത് ജനറേഷൻ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ, പിന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്സ്, അത് കഴിഞ്ഞ CPU, മെമ്മറി യൂണിറ്റ്സ്, സോഫ്റ്റ്വെയർ, MS ഓഫീസ്, വേർഡ്, പവർ പോയിന്റ്, എക്സൽ, ദെൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, പിന്നെ അത് കഴിഞ്ഞ് സൈബറിലോ പ്രധാനപ്പെട്ട മാത്രം പഠിച്ചാൽ മതി, എല്ലാം വാരി വിളിച്ചിട്ടൊന്നും പഠിക്കേണ്ട. 66 മുതലുള്ള എന്ത് ചെയ്യുക, 48 മുതലുള്ള എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് വൺ, അടുത്ത് നമ്മുടെ മാത്സിലേക്ക് വരുമ്പോൾ മാത്സും റീസണിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, RRB കൃത്യമായിട്ടുള്ള ഒരു സിലബസ് തന്നേക്കുന്നത്, കൃത്യമായിട്ട് ടോപ്പിക്ക് തന്നിട്ടുണ്ട്. 31 ടോപ്പിക്കുകളാണ് മാത്സും റീസണിംഗ് കൂടെ എന്ത് ചെയ്യുന്നത്, ചേർന്ന് വരുന്നത്. സോ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്സിനകത്ത് വരുന്നത് നമ്പർ സിസ്റ്റം, ഡെസിമൽസ്, പിന്നെ ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, എലമെന്ററി ഓൾജിബ്ര, ജിയോമെട്രി ആൻഡ് ട്രിഗണോമെട്രി, എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്. അത് കഴിഞ്ഞ റീസണിംഗിലേക്ക് വരുമ്പോൾ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിനകത്ത് അനലോഗീസ്, ദെൻ കംപ്ലീഷൻ ഓഫ് നമ്പർ ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, ദെൻ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, റിലേഷൻഷിപ്സ്, അനലിറ്റിക്കൽ റീസണിംഗ്, സിലോജിസം, ജംബ്ലിംഗ്, ദെൻ വെൻ ഡയഗ്രാം, പസിൽ, data sufficiency, statement conclusion, statement courses of action, decision making, maps, interpretation, graph etc. ഇത്രയുമാണ് ഗ്രാഫ് എക്സെട്ര, ഇത്രയുമാണ് റീസണിങ്ങിനകത്ത് വരുന്നത്. വെള്ളം അപ്പൊ ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ റീസണിങ്ങിനകത്ത് വരുന്ന സിലബസ് വരുന്നത്. അപ്പൊ ഇത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ഒരു സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എഴുതി എടുക്കുകയൊന്നും വേണ്ട, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ സിലബസ് വെച്ചിട്ട് ഓരോ ടോപ്പിക്കലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തീർക്കുക. ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. എല്ലാ ദിവസവും മാത്സ്, റീസണിങ് ഒരു ടോപ്പിക് എങ്കിലും വെച്ച് നിങ്ങൾ പഠിക്കുക. അതിന് പ്രോപ്പർ ആയിട്ട് റിവിഷൻ കൊടുക്കുക. വീണ്ടും 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 എന്ത് കൊടുക്കുക, റിവിഷൻ കൊടുത്തോണ്ടിരിക്കുക. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, നമ്മൾ NTPCയുടെ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പൊ ഈ CBT 1ഉം CBT 2ഉം ഒരേ സിലബസ് ആണ്. അപ്പൊ നമ്മൾ ഈ ബാച്ചിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 200+ അവേഴ്സിന്റെ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സുകളാണ്. അത് പറയാനുണ്ട്. നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് 200+ അവേഴ്സിന്റെ ക്ലാസ്സുകളാണ്. ഇതിനകത്ത് കണ്ടന്റ് മൊത്തം എന്തായിരിക്കും, റെക്കോർഡഡ് ആയിരിക്കും. അതായത് ഒരു ലൈവ് ക്ലാസ് വരുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസും ബാക്കിയെല്ലാം വരും. എന്ന് വെച്ചാൽ ഒരു 500 പേര് ഒരു ക്ലാസ്സിനകത്ത് ഉണ്ടെങ്കിൽ 50 പേര് മാത്രം എന്ത് ചെയ്യത്തുള്ളൂ, ലൈവ് പങ്കെടുക്കത്തുള്ളൂ. ബാക്കി 450 ആൾക്കാരും റെക്കോർഡ് സെഷൻസ് ആണ് കാണുന്നത്. പക്ഷേ ലൈവിനകത്ത് ഒരുപാട് ഡൗട്ട്സും ബാക്കിയെല്ലാം കുട്ടികൾ ചോദിക്കാം. അത് ചോദിക്കണം, ഉറപ്പായിട്ടും ചോദിക്കണം. അപ്പോൾ ആ ഡൗട്ട്സും ബാക്കിയെല്ലാം വരുമ്പോൾ ഫാക്കൽറ്റി എല്ലാം അതെല്ലാം ഇന്ററാക്ട് ചെയ്തായിരിക്കും പോകുന്നത്. പക്ഷേ ആ ക്ലാസ് ഒരു റെക്കോർഡഡ് സെഷൻ ഒരു കുട്ടി കാണുമ്പോൾ ആ കുട്ടിക്ക് ഒരു കണ്ടിന്യൂറ്റി എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് കണ്ടന്റ് മൊത്തം എന്തായിരിക്കും, റെക്കോർഡഡ് സെഷൻസ് ആയിരിക്കും. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എല്ലാ ദിവസവും 2 ക്ലാസ്സുകൾ വെച്ച് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതായത് 9-ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഒരു ഓറിയന്റേഷൻ സെഷൻ ആയിരിക്കും. എന്നിട്ട് പ്രോപ്പർ ക്ലാസ് നമ്മുടെ വിജയദശമി 13-ാം തീയതി മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടന്റ് മൊത്തം എന്തായിരിക്കും, റെക്കോർഡഡ് ആയിരിക്കും. പക്ഷേ ബാക്കി ആരും തരത്തൊരു ഫീച്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറെ കണ്ടന്റ് മാത്രം പഠിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മൾ എന്ത് പഠിച്ചാലും അതിന് അപ്ലൈ ചെയ്യാൻ നമ്മൾ പഠിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈവ് സെഷൻ ആയിട്ട് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, ലൈവ് സെഷൻ ആയിട്ട് ഇതിന്റെ എല്ലാം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അതായത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മോക്ക് ക്വസ്റ്റ്യൻസ്, അതെല്ലാം നമ്മൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ നിങ്ങൾക്ക് തരും. പിന്നെ അങ്ങനെയാണ് നമ്മുടെ ബാച്ച് എന്ത് ചെയ്തേക്കുന്നത്, പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ മെന്റർഷിപ്പ്, അത് കഴിഞ്ഞ് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ, നിങ്ങൾ ആദ്യം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക്
800+ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. മാക്സിമം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ CBT മോഡൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ക്ലാസിന്റെ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. മോട്ടിവേഷൻ സെഷൻസ്, കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ്, then അസസ്മെന്റ് ടെസ്റ്റ്, ഗ്യാരണ്ടീഡ് കസ്റ്റമർ കെയർ സപ്പോർട്ട്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഓരോ കൺസേൺസും നമ്മൾ എന്ത് ചെയ്തിരിക്കും, നമ്മൾ അഡ്രസ് ചെയ്തിരിക്കും. ഇത് നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. നെക്സ്റ്റ് വന്നത് ടെലഗ്രാം ഗ്രൂപ്പും ബാക്കിയെല്ലാം കാണാം. നമ്മുടെ ആപ്പ് വഴിക്കായിരിക്കും ക്ലാസ് വരുന്നത്. സോ ആപ്പിന്റെ ലിങ്കും ബാക്കിയെല്ലാം താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ സിലബസ് ഇതാണ്, അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു സിലബസ് വരുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ ഓരോ ടോപ്പിക്കായിട്ട് പഠിച്ചു തീർക്കുക. മാത്സിനും റീസണിങ്ങിനും നല്ല പ്രാധാന്യം കൊടുക്കുക. അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിന് നല്ല പ്രാധാന്യം കൊടുക്കുക. കാര്യം അത് CBT 1 എത്ര മാർക്കുണ്ട്, 60 മാർക്കുണ്ട്. CBT 2 ആണെങ്കിലോ അത് രണ്ടും കൂടെ ചേർത്തിട്ട് 70 മാർക്കുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവിടെ കൂടുതൽ വർക്ക് ചെയ്യാം, അവിടെ കൂടുതൽ സ്പീഡ് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാം. നമുക്ക് ഇതിന്റെ എക്സാം എപ്പോൾ പ്രതീക്ഷിക്കാം? ഇതിന്റെ എക്സാം NTPC എക്സാം വന്നിട്ട് 2025 ഒരു ഏപ്രിൽ മെയ് മാസത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, CBT 1 എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 6 മാസമൊക്കെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ആയിട്ട് സമയമുണ്ട്. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. അടുത്തൊരു സെഷനിൽ കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്, പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, ലാസ്റ്റ് ഡേറ്റ് എല്ലാം നിങ്ങളെ ഇൻഫോം ചെയ്തിരിക്കും. സോ മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.